നമ്മളിനി ആരംഭിക്കുന്നത് മത്തായി 19 അധ്യായമാണ്. ശരിയാണോ? മാത്യു 19 തുടങ്ങുന്നതിന് മുമ്പ് വലത്തെ കൈയെടുക്കുക, ഇങ്ങനെ അടിക്കുക. കൺഗ്രാജുലേഷൻസ്. 18 അധ്യായങ്ങൾ നമ്മൾ പൂർത്തിയാക്കി വിജയകരമായി. ഇനി നമുക്ക് 10 അധ്യായങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. മത്തായി 19 എടുത്തു കഴിഞ്ഞെങ്കിൽ മലയാള ഭാഗം ആദ്യത്തെ 2 വചനങ്ങൾ ആദ്യം വായിക്കാം. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു യോർദാനക്കരെ യഹൂദി ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. When Jesus had finished saying these things, he left Galilee and went into the region of Judea to the other side of the Jordan. Large crowds followed him, and he healed them there. ഇതിനു മുൻപ് 18 അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിൽ യേശു പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു തീർത്ത ശേഷം ഏറ്റവും ലാസ്റ്റ് ഇന്നലെ നമ്മൾ കണ്ടത് ക്ഷമിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ ക്ഷമിക്കാതിരുന്നാലുള്ള അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒരു ഉപമയാണ് പറഞ്ഞത്. ക്ഷമിക്കാത്ത ദാസൻ്റെ ഉപമ. അതിനുശേഷം അത് ആ ടീച്ചിങ് തീർത്ത ശേഷം യേശു ഗലീലിയൻ പ്രദേശങ്ങൾ വിട്ടു. യോർദാൻ്റെ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. അപ്പോൾ യേശു ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല. ഹീസ് എൻ ഐറ്റിനറൻറ്റ് മിനിസ്റ്റർ. നാടോടിയായി സഞ്ചരിച്ച് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നേരിട്ട് ചെന്ന് സന്നിഹിതനായി പ്രസംഗിക്കുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. 2-ാം വചനത്തിൽ ലാർജ് ക്രൗഡ്സ് ഫോളോഡ് ഹിം. യേശു കർത്താവിൻ്റെ പിന്നാലെ 12 ശിഷ്യന്മാർ മാത്രമല്ല നടന്നത്. യേശു പോകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. യേശു കർത്താവിൻ്റെ വാക്കുകളിലും തൻ്റെ ശുശ്രൂഷയിലും തന്നിലൂടെ നടന്ന അത്ഭുതങ്ങളിലും വീര്യപ്രവൃത്തികളിലും ആകൃഷ്ടരായി തൻ്റെ പിന്നാലെ ഒരു വലിയ കൂട്ടം പോവുകയാണ്. മനസ്സിൽ ഇങ്ങനെ കാണുക, ഒരു വലിയ കാന്തം ഇങ്ങനെ ഇരിക്കുക. കാന്തം ഇങ്ങനെ നിലത്തൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പ് കഷ്ണങ്ങൾ മുഴുവൻ ആകർഷിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ചെയ്ത് കാണും. കുറേ മുട്ടുസൂചി ഇട്ട ശേഷം കാന്തം അങ്ങ് വലിച്ചാൽ മുട്ടുസൂചികൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വലിഞ്ഞിങ്ങ് പോന്നോളൂ. ഇതുപോലെ യേശു നാട്ടിൽ എവിടെ നടക്കുന്നു അവിടെയെല്ലാം പുറകെ ജനക്കൂട്ടം ഇങ്ങനെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 1-2 വചനങ്ങളിൽ. 3-ാം വചനം മലയാളത്തിൽ വായിക്കാം. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അടുത്തതൊരു ചോദ്യമാണ്. യഹൂദ ദേശത്തിൻ്റെ അതിരുവരെ എത്തിയപ്പോൾ some Pharisees came to him to test him. They asked, "Is it lawful for a man to divorce his wife for any and every reason?" പരീശന്മാർ വന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യം, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഒരു ചോദ്യമാണ്. തുടർന്ന് യേശു കർത്താവ് അതിൻ്റെ മറുപടി നൽകുന്നുണ്ട്. ഡീൽ ചെയ്യുന്ന വിഷയങ്ങൾ: 1, ഡിവോഴ്സ്, വിവാഹമോചനം. 2, റീമാരേജ്, പുനർവിവാഹം. അതേ തുടർന്ന് സെലിബസി, അല്ലെങ്കിൽ ബ്രഹ്മചര്യം, വിവാഹം കഴിക്കാത്ത ജീവിതം. ഈ 3 വിഷയങ്ങൾ യേശു ആധികാരികമായി ഇതിനു ശേഷം സംസാരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വിവാഹമോചനം, പുനർവിവാഹം, 3ാമത് വിവാഹം കഴിക്കാതെയുള്ള ജീവിതം. 3 കാര്യങ്ങൾക്ക് എല്ലാ ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട വചനത്തിൽ നിന്നുള്ള ആധികാരികമായ യേശുവിൻ്റെ മറുപടി. അതിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ചോദ്യം ആരാ ചോദിക്കുന്നത്? പരീശന്മാർ. എന്തിനു വേണ്ടിയാണ് ചോദിച്ചത്? അവിടെ എഴുതിയിട്ടുണ്ട്, ടു ടെസ്റ്റ് ഹിം. അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി. പഠിക്കുവാൻ വേണ്ടിയല്ല, പരീക്ഷിക്കുവാൻ വേണ്ടി. നമ്മൾ കർത്താവിൻ്റെ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, പരീക്ഷിച്ച് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നും ഇന്നും എ സീരിയസ് പ്രോബ്ലം ഇൻ ദ വേൾഡ് ടുഡേ ആൻഡ് ദെൻ ഈസ് ഡിവോഴ്സ് ആൻഡ് റീമാരേജ്.
പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നമാണ് വിവാഹമോചനം. അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. മലാഖി പ്രവചനം 2:16 അവിടെ പറയുന്നത് ഡിവോഴ്സ് ഈസ് എ ട്രെച്ചറസ് ആൻഡ് വയലന്റ് ആക്ട്. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു. ആദ്യ ഭാഗം വിട്ടുപോയി. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് വെച്ചാൽ ദിസ് ഈസ് എ ഡിറ്റസ്റ്റബിൾ ആക്ട്. ദൈവം അതിനെ വെറുക്കുന്നു. ഉപേക്ഷണത്തെ അല്ലെങ്കിൽ വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവം അത് വെറുക്കുന്നു. ദൈവത്തിനത് ഇഷ്ടമല്ല. ഇറ്റ് എഫക്ട്സ് ചിൽഡ്രൻ ആൻഡ് അതേഴ്സ് റിലേറ്റഡ് ടു ദ കപ്പിൾ. പിരിയുന്ന ദമ്പതികളുടെ മക്കളുണ്ടെങ്കിൽ അവരും ഭവനക്കാരും ബന്ധപ്പെട്ടവരുമെല്ലാം ഈ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമിക്കും. അതെല്ലാവരെയും ബാധിക്കും. തലമുറകളെ ഇത് ബാധിക്കാം. ഇനി ഇങ്ങനെയുള്ള വിവാഹമോചനം നടത്തപ്പെട്ട മാതാപിതാക്കളുടെ മക്കൾ പലരും പിന്നീട് തുടർന്ന് ജീവിക്കുന്ന വിവാഹമോചനത്തിന് ശേഷവും പല രീതിയിൽ ഫൈറ്റുകൾ കാണും. നമുക്കറിയാം, മക്കൾ ആരുടെ അടുത്ത് നിൽക്കണം, ഈ മോൻ ആരുടെ അടുത്ത് നിൽക്കണം, മകൾ ആരുടെ അടുത്ത് നിൽക്കണം, ഇങ്ങനെയെല്ലാം പങ്കിടാൻ ഒക്കെ നടക്കും. സ്വത്തിൻ്റെ കാര്യത്തിൽ ജീവനാംശം കൊടുക്കണം. പിന്നെ വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഒത്തിരിയധികം സെറ്റിൽമെൻറ്റുകൾ ഇതിനകത്ത് വരും. ഏറ്റവും കൂടുതൽ ഇതിൽ സഹിക്കുന്നത് മക്കളാണ്. മക്കളുടെ സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം തന്നെ നഷ്ടപ്പെടും. ഞങ്ങളെ നോക്കുവാൻ ആരുമില്ല എന്നൊരു സ്ഥിതി അവിടെ വരുന്നു. ഒരിക്കലും ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എ ഡിവോഴ്സ് ഈസ് ലൈക്ക് ആൻ ആംപ്യൂട്ടേഷൻ. യു സർവൈവ് ബട്ട് ദർ ഈസ് ലെസ് ഓഫ് യു. എന്ന് വെച്ചാൽ ഒരു വിവാഹമോചനം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം മുറിച്ചു കളയുന്നതിന് തുല്യമാണ്. ഷുഗർ മൂർച്ഛിച്ചു, ഡോക്ടർ പറയുന്നു കാലങ്ങ് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ആള് പോവും. അതുകൊണ്ട് ആദ്യം വിരൽ മുറിച്ചു, കുറച്ചുകൂടി കുറിച്ചു, ചിലരുടെയൊക്കെ കയറ്റി മുറിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം എന്താണ്? ആള് രക്ഷപ്പെടും, പക്ഷേ മുഴുവൻ ആളുമില്ല. ഇതുപോലെയാണ് വിവാഹമോചനത്തിൽ സംഭവിക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം ഒരുപക്ഷെ അവർ തുടർന്ന് ജീവിക്കുമായിരിക്കാം, പുനർവിവാഹം നടക്കുമായിരിക്കാം, പലതും നടക്കുമായിരിക്കാം. പക്ഷേ ആ വ്യക്തിത്വത്തിൽ ചില കുറവുകൾ ഉണ്ടാകും. ചില ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതുപോലെയുള്ളൊരു അനുഭവം ഉണ്ടാകും. ഇനി പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, റീമാരേജ് ആഫ്റ്റർ ഡിവോഴ്സ് ഈസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് പ്രോബ്ലംസ്. അതിനുശേഷവും പുനർവിവാഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, സാധാരണ ഉണ്ടാകാറുണ്ട്. ഇനി വിവാഹമോചനം കഴിഞ്ഞ ഒരാൾ പുനർവിവാഹം നടത്തിയാൽ അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹീൽ ദ വൂണ്ട്സ് ഇൻഫ്ലിക്റ്റഡ് ബൈ ദ ഡിവോഴ്സ്. ആ വിവാഹമോചനത്തിലൂടെ വന്ന ഒത്തിരിയധികം മുറിവുകളുണ്ട്, വ്രണങ്ങളുണ്ട്. അത് പലപ്പോഴും ഹീൽ ചെയ്യാറില്ല, പകരം അത് ആംപ്ലിഫൈ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അടുത്തൊരു വിവാഹം കഴിക്കുമ്പോൾ അതേ പ്രശ്നം അതിനേക്കാൾ വലിയ മാഗ്നിറ്റ്യൂഡിൽ പൊങ്ങി വരാറുണ്ട്. ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചതിൽ അവർ പറയുന്നത് ആദ്യത്തെ സ്ത്രീ ഇത് തന്നെ, രണ്ടാമത് അതുപോലെ തന്നെ കിട്ടി. എന്താ കാരണം? ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെ പ്രശ്നം വരും. കാരണം അവിടെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത്, പകരം പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. പ്രശ്നം നിന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ, ഒരു ദേവദാസനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, ഓരോ വിവാഹമോചനം നടക്കുമ്പോൾ സാധാരണയായി ജനറലി കാണുന്നത് ആ പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ആ പുരുഷനിൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ 80% കാണും. 20% പലപ്പോഴും പ്രതീക്ഷയ്ക്കനുസരിച്ച് വരാത്തത്. മിക്കവാറും വിവാഹങ്ങളിൽ 80% ഒത്തിരിക്കും. 20% വേണ്ടിയാണ് വിവാഹമോചനം പലപ്പോഴും നടക്കുന്നത്. എല്ലാ കേസും അല്ല ഞാൻ പറഞ്ഞത്, പലപ്പോഴും. പക്ഷേ അടുത്തൊരാളെ കിട്ടിയാലും എന്ത് സംഭവിച്ചിരിക്കും? അവിടെ 20% ഉണ്ടായിരിക്കും. വേറൊരാളെ വിവാഹം ചെയ്താൽ 20% ഉണ്ട്. പെർഫെക്റ്റായി ഒരാളെ പോലും ഈ ദുനിയാവിൽ കിട്ടാൻ പോകുന്നില്ല. ഭർത്താവിനെയും കിട്ടില്ല, ഭാര്യയും കിട്ടില്ല. പെർഫെക്റ്റായ ഒന്നില്ല. സദൃശവാക്യം 31 ഭാര്യമാരെ കുറിച്ച് പറയുന്നത് ഉത്തമയായ ഭാര്യയെ ആർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്?
സാമർഥ്യമുള്ള ഭാര്യ, ഉത്തമയായ ഭാര്യ. വേറൊരു വചനത്തിലും പറയുന്നുണ്ട് ഉത്തമയായ ഭാര്യയെ ആർക്ക് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് വൈഫ്, പെർഫെക്റ്റ് വൈഫ് എന്നൊരു കോൺസെപ്റ്റ് എന്തിലില്ല? 31:10 സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെർഫെക്റ്റ് വൈഫ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. പകരം എക്സലൻ്റ് വൈഫ്, എക്സലൻ്റ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉത്തമയായ, ശ്രേഷ്ഠതയുള്ള, ഗുണമേന്മയുള്ള, ക്വാളിറ്റിയുള്ള, കഴിവുകളുള്ള, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ ആരും പെർഫെക്റ്റ് ആകാൻ പോകുന്നില്ല, അത് പ്രതീക്ഷിക്കരുത്. വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാനുള്ളവരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പലപ്പോഴും പുനർവിവാഹം ചെയ്യുമ്പോൾ തന്നെ പല പുനർവിവാഹങ്ങളും ദൈവത്തിൻ്റെ കണ്ണിൽ എന്തായിരിക്കും? ശരിയായ സാധുവായ വിവാഹങ്ങളായിരിക്കണമെന്നില്ല. അത് ദൈവസന്നിധിയിൽ ഒരുപക്ഷെ വ്യഭിചാരമായി മാറാറുണ്ട്. പല പുനർവിവാഹങ്ങളും വ്യഭിചാരങ്ങളാണ്. അത് തുടർന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി സോഷ്യൽ ആസ്പെക്ട്സിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ സാമൂഹികമായി ജീവിക്കുമ്പോൾ പുനർവിവാഹത്തിലൂടെ, വിവാഹമോചനത്തിലൂടെയും പുനർവിവാഹത്തിലൂടെയും കുഴപ്പങ്ങൾ പലതുണ്ടാകാറുണ്ട്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് വിവാഹത്തിന് ശേഷം. ഇനി ആളുകൾ എങ്ങനെയായിരിക്കും? എൻ്റെ സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും, എല്ലാവരും എന്നെ അംഗീകരിക്കും, വിവാഹമോചനം നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ മാനസികമായി പീഡിപ്പിക്കുമ്പോൾ തന്നെ അതിനൊരു ആത്മീയ വശം കൂടെയുണ്ട്, സ്പിരിറ്റിനകത്ത്. ഇതെല്ലാം കൂടി ഉൾപ്പെട്ട ഒന്നാണ് വിവാഹമോചനം, അതുപോലെ പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞു, ഇത് എന്തെങ്കിലും യേശുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയല്ല അവർ ചോദിച്ചത്. പകരം it was to test him, not to be taught by him. ഇനി നമുക്ക് 4-ാം വചനം മുതൽ 6-ാം വചനം വരെ വായിച്ചു കേൾക്കാം. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. വിവാഹ ശുശ്രൂഷകളിലൊക്കെ അവസാനം വായിക്കുന്ന പ്രസിദ്ധമായ ഒരു വചനഭാഗമാണിത്. അവിടെ 4-ാം വചനത്തിൽ, haven't you heard, he replied, that at the beginning the Creator made them male and female and said, verse number 5, for this reason a man will leave his father and mother and be united to his wife, and the two will become one flesh. So they are no longer two, but one flesh. Therefore, what God has joined together, let no one separate. കർത്താവിൻ്റെ ആധികാരികമായ റിപ്ലൈ ആണ്. അവിടെ കർത്താവ് തീർപ്പ് കൽപ്പിക്കുകയാണ്. എന്തെല്ലാമാണ് അവിടെ പറയുന്നത്? ഒന്നുകൂടി നോക്കൂ. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി മനുഷ്യൻ ഒന്നേ ഉള്ളൂ, പക്ഷെ മനുഷ്യത്വത്തിൽ 2, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇവിടെയാണ് നമ്മൾ ലീവ് ആൻഡ് ക്ലീവ് പ്രിൻസിപ്പിൾ സാധാരണ വിവാഹ ശുശ്രൂഷകളിൽ നമ്മൾ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേരുക. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നതാണ് വിവാഹം. അതാണ് ആദിയിൽ തന്നെ ദൈവം വെച്ച ഒരു നിയമമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹി ഹു മെയ്ഡ് ദം അറ്റ് ദ ബിഗിനിങ് മെയ്ഡ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം എവിടെ നിന്ന് വന്നു? എല്ലാവരും പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു. കാരണം ദൈവമാണ് സൃഷ്ടിച്ചത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പം നമ്മുടെ ഒറിജിൻ ദൈവമാണ്. ശരിയാണോ? കർത്താവിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദൈവം ആദിയിൽ എങ്ങനെ അത് കണ്ടു എന്നത് കണ്ടെങ്കിൽ മാത്രമേ ശരിയായ തീരുമാനത്തിലെത്തുവാൻ കഴിയും. ഇനി എഴുതി വെക്കുക, ഗോഡ് ഈസ് ദ ഓഥർ ഓഫ് മാരേജ്. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചവൻ. വിവാഹത്തിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 2:24 അവിടെ കുറിച്ച് വയ്ക്കുക. That is why a man leaves his father and mother and is united to his wife,
and they became one flesh. അവരിനി രണ്ട് ശരീരമല്ല, അവരിനി ഒരു ശരീരമാണ്. ദൈവം അവരെ ഒന്നായിട്ടാണ് കാണുന്നത്. ഇനി അതിൻ്റെ താഴെ വീണ്ടും ഒരു ഭാഗം കുറിച്ചു വയ്ക്കുക. ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് മാരേജ് യൂണിയൻ. ദൈവമാണ് വിവാഹ ബന്ധത്തിൻ്റെ സ്രഷ്ടാവ്. മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല വിവാഹം. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ ആദ്യ ദിവസം വായിച്ചു കേട്ടു. ദൈവമാണ് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, അല്ലേ? ഞാനവന് തക്കതായ തുണയുണ്ടാക്കി കൊടുത്തു. ഒരിക്കലും മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല വിവാഹം. ദൈവം ഡിസൈൻ ചെയ്തതും ദൈവം മനുഷ്യന് വേണ്ടി പ്ലാൻ ചെയ്തതും ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിതം ഷെയർ ചെയ്ത് മുന്നിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ അവിടെ പ്രത്യേകിച്ച് ദൈവം ഇത് ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്പർ 1, the two become one flesh. അവർ ഒരു ശരീരമായി തീരും. അവർ ഒരു ശരീരമായി തീരും. മറ്റൊന്ന്, they are joined by none other than God himself. ദൈവം തന്നെയാണ് അവരെ കൂട്ടിച്ചേർത്തത്. അതൊന്ന് പറഞ്ഞ്, ദൈവം തന്നെയാണ് അവരെ കൂട്ടിച്ചേർത്തത്, മനുഷ്യരല്ല, ദൈവമാണ് അവരെ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദൈവം കൂട്ടിച്ചേർത്തതെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനുഷ്യൻ മനിപ്പുലേറ്റ് ചെയ്യരുത്. അതിൻ്റെ മേൽ കൈവച്ച് അതിനെ വഷളാക്കരുത്. ഹല്ലേലൂയ. അതിനുശേഷം താഴേക്കൊക്കെ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. 6-ാം വചനത്തിൽ കാണുന്നത്, വാട്ട് ഗോഡ് ഹാസ് ജോയിൻഡ് ടുഗദർ ലെറ്റ് നോ മാൻ സെപ്പറേറ്റ്. ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കോടതിയോ ഒരു സഭയോ ഒരു കാർമ്മികനോ കൈവച്ച് അതിനെ പിരിക്കുവാനുള്ള ലൈസൻസ് ആർക്കും കൊടുത്തിട്ടില്ല. വിവാഹ ശുശ്രൂഷ നടത്താൻ ഗവൺമെൻറ്റുകളും സഭകളും എന്ത് കൊടുക്കാറുണ്ട്? ലൈസൻസ് കൊടുക്കാറുണ്ട്. വിവാഹം നടത്താനുള്ള ലൈസൻസ് ശുശ്രൂഷകർക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ വിവാഹമോചനം നടത്താനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്? കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൂട്ടിച്ചേർത്തതിനെ നിങ്ങൾ പിരിക്കരുത്. ഇതൊരു ശക്തിയേറിയ വാർണിംഗ് ആണ്. എന്നെ പറയാൻ കാരണം, പ്രത്യേകിച്ച് കേരളത്തിൽ, മറ്റു സ്ഥലങ്ങളിൽ ഇല്ലെന്നുള്ളതല്ല. പലപ്പോഴും ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ചെയ്ത് ജീവിക്കുമ്പോൾ അതിനിടയിൽ കയറി അവരെ തമ്മിൽ പിരിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ അവളെ അങ്ങ് കളഞ്ഞേക്കടാ, ഇതിനേക്കാൾ നല്ലതിനെ നിനക്ക് കിട്ടും, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാരൻസ് ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ സന്തോഷകരമായ ഒരു പുരുഷനും സ്ത്രീയും ജീവിക്കുന്നത് പലപ്പോഴും മാതാവിനോ പിതാവിനോ ഈ ഭാഗത്തോ ആ ഭാഗത്തോ ഇഷ്ടപ്പെടാത്തവരുണ്ട്, നാത്തൂന്മാർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്, ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടാത്തതുണ്ട്, അസൂയുള്ളവരുണ്ട്. പല രീതിയിൽ പിരിക്കാൻ പലരും ശ്രമിക്കും. ദൈവം പറയുന്നത്, അതെൻ്റെ അധികാരത്തിൻ്റെ മേലുള്ള ചോദ്യം ചെയ്യലാണ്. ഞാൻ കൂട്ടിച്ചേർത്തതിനെ എന്തിന് നിങ്ങൾ പിരിക്കുന്നു? എൻ്റെ അർത്ഥം, അങ്ങനെയുള്ളവർക്കൊക്കെ ശിക്ഷ കിട്ടും. ദൈവം ചെയ്തു വെച്ചൊരു പ്രവൃത്തിയെ മനുഷ്യൻ അഴിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ മുകളിൽ ശിക്ഷാവിധിയുണ്ട്. ഇതാണ് കർത്താവ് വാണിങ്ങോടുകൂടെ പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഗോഡ്സ് ഇൻറ്റൻഷൻ ഈസ് ദാറ്റ് മാരേജ് ഈസ് ടു ബി ഫോർ ലൈഫ്. വിവാഹം ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരേണ്ടതാണ്, അല്ലെങ്കിൽ മരണം വരെയുള്ളതാണ് വിവാഹബന്ധം എന്നാണ് അവിടെ പറയുന്നത്. ഇനി 7-ാം വചനത്തിലേക്ക് പോകാം. Why then, they asked, did Moses command that a man give his wife a certificate of divorce and send her away? അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത തിരിച്ചൊരു ചോദ്യം. നേരത്തെ പറഞ്ഞല്ലോ, പരീക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, എങ്ങനെ യേശുവിനെ വാക്കിൽ കുരുക്കാം എന്നാണ് അവർ. ഉടൻ തന്നെ വചനം കൊണ്ടുവന്നു, മോശയുടെ പ്രമാണത്തെ കൊണ്ടുവന്നു. ഇതവർ പറയുന്നത് ഡ്യൂട്രോണമി 24:1, ആവർത്തന പുസ്തകം 24:1 വചനത്തെ ആധാരമാക്കിയാണ്. ഇഫ് എ മാൻ മാരീസ് എ വുമൺ who becomes displeasing to him because he finds something indecent about her and he writes her a certificate of divorce,
give it to her and send her from his house. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. ഇതാണ് മോശ എഴുതി വെച്ചത്. മോശ പറഞ്ഞ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമം ഇതാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാരണം വന്നാൽ ഉടൻ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി അങ്ങ് വിടണമെന്നാണോ? ഇല്ല. ദൂഷ്യമായി എന്തെങ്കിലും അതുപോലെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നയിക്കണതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ താഴേക്കൊക്കെ നമുക്ക് വായിക്കാം. ഈ ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് അവളെ വിടാതിരുന്നാൽ, അവൾ വീട്ടിൽ തന്നെ നിന്നാൽ തുടർന്ന് ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവളുടെ ജീവന് വേണ്ടിയെങ്കിലും അവളെന്ത് ചെയ്ത് എഴുതി കൊടുത്ത് അങ്ങ് വിട്ടേക്കാൻ മോശെ അന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ അത് അന്നും അതിനുശേഷം താഴേക്കുള്ളതും നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. വ്യക്തമായതിനു ശേഷം പുനർവിവാഹം നടന്നാൽ എങ്ങനെയാണ്, അതിനുശേഷം തിരികെ വന്നാൽ എങ്ങനെയാണ്, ഈ നിയമങ്ങളെല്ലാം അന്ന് ന്യായപ്രമാണത്തിൽ മോശെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ ഉപേക്ഷിച്ച ശേഷം പിന്നീട് വേറൊരുത്തൻ്റെ ഭാര്യയായി അതിനുശേഷം തിരികെ വന്ന് അതെല്ലാം അവിടെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല എന്നവിടെ പറയുന്നുണ്ട്. ഇനി 8-ാം വചനത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് റോമാലേഖനം 7:1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. റോമാലേഖനം 7:1 മുതൽ 3 വരെ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ, ഇത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നു വരുന്നത്. എങ്കിലും മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 2-ാം വചനം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഓക്കെ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. എന്ന് വെച്ചാൽ മരണത്താലല്ലാതെ ഈ ബന്ധം വിട്ടുപോകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് 8-ാം വചനത്തിലേക്ക് വരാം. ജീസസ് റിപ്ലൈഡ്, Moses permitted you to divorce your wives because your hearts were hard. But it was not this way from the beginning. I tell you that anyone who divorces his wife except for sexual immorality and marries another woman commits adultery. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഓക്കെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ക്ലിയർ ആണ് കർത്താവ് പറയുന്നത്. കർത്താവ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? 8-ാം വചനത്തിൽ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശെ അനുവദിച്ചത്. പറഞ്ഞേ, അനുവദിച്ചത്. ദിസ് വാസ് ഓൺലി എ പെർമിഷൻ, നോട്ട് എ കമാൻഡ്. മനസ്സിലായോ? അനുവാദം കൊടുത്തു. കാരണം എന്താ? കൂടുതൽ പ്രശ്നങ്ങൾ ആകാതിരിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു. അവളെ അവിടെ നിർത്തി പീഡിപ്പിക്കണ്ട, പകരം നീ ഇതൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു. ആ സ്ത്രീ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. പക്ഷേ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പറഞ്ഞേ, എന്ന് വെച്ചാൽ മോശയ്ക്ക് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മോശ വന്നപ്പോൾ 10-30 ലക്ഷം ജനം വന്നപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ അദ്ദേഹം നിയമം ഉണ്ടാക്കി. ഭീകരമായൊരു പ്രശ്നങ്ങൾ ഇതുപോലെ വരികയാണ്, ഒരുത്തന് അനിഷ്ടം തോന്നുകയാണെങ്കിൽ, ദൂഷ്യമായ വല്ലതും കാണുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എഴുതി അങ്ങ് വിട്ടേക്ക്, പ്രശ്നം തീരട്ടെ. പക്ഷെ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? ആദിയിലേക്ക് മടങ്ങി വാ. ന്യായപ്രമാണം താൽക്കാലികമാണ്. എന്ന് വെച്ചാൽ ന്യായപ്രമാണം, പഴയ ന്യായപ്രമാണം മാറി ഇന്ന് ദൈവം നമുക്ക് പുതിയ നിയമം തന്നു. നമ്മൾ പഴയ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല നമ്മൾ ജീവിക്കുന്നത്. 9-ാം വചനത്തിൽ വ്യക്തതയോടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ. അത് അണ്ടർലൈൻ ചെയ്യണം. പരസംഗം നിമിത്തമല്ലാതെ. പരസംഗം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ള ബന്ധങ്ങൾ. ഒരു ഭർത്താവിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിൽ, ഒരു ഭാര്യയ്ക്ക് മറ്റ് പുരുഷന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ പിരിയാം. വിവാഹമോചനത്തിന് കുഴപ്പം ഇല്ല. പിരിയണം എന്നല്ല പറഞ്ഞത്, വേണമെങ്കിൽ പിരിയാം, പുറത്ത് ജീവിക്കാം, ക്ഷമിച്ച് സ്വീകരിക്കാം, നോ പ്രോബ്ലം.
പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരാൾക്കത് ഇനി 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 ഇവളെൻ്റെ ഭാര്യയേ അല്ല, എനിക്ക് അവളെ വിശ്വസിക്കാനും സാധ്യമല്ല. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ പിരിയുവാൻ കർത്താവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? അതായത് വിവാഹം ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് ഉഭയസമ്മതം ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ ഒരാൾ ആരെങ്കിലും വിവാഹബന്ധത്തിന് വെളിയിലുള്ള മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം? പിരിയാം. കർത്താവ് പറയുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും കാരണത്താലാണെങ്കിൽ പിരിയരുത്. കാരണം എന്താ? ഒരു ഭാര്യ ഭർത്താവോ സ്വന്തം ഭർത്താവിനെ, സ്വന്തം ജീവിത പങ്കാളിയെ വിട്ട് വേറൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ അത് വിശ്വാസവഞ്ചനയാണ്, ജീവിത പങ്കാളിയോടുള്ള ചതിവാണ്. അവിടെ വെച്ച് വിവാഹം അസാധുവായി തീരുന്നു. കാരണം എന്താ? സാധാരണ വിവാഹ ഉടമ്പടികളിൽ ശ്രദ്ധിച്ചു കാണും, ദൈവം കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ നിന്നോട് മാത്രം വിശ്വസ്തന അല്ലെങ്കിൽ വിശ്വസ്തയായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തെ മുൻനിർത്തി എടുക്കുന്ന ഒരു വലിയൊരു കവനൻ്റ് റിലേഷൻഷിപ്പാണ്. അതിൽ ദൈവം ഉൾപ്പെട്ടിട്ടുണ്ട്. സഭാപ്രസംഗിലൊക്കെ നമ്മൾ വായിക്കുന്നതനുസരിച്ച് മുപ്പിരിച്ചരട് ആർക്കും പൊട്ടിക്കുവാൻ സാധ്യമല്ല, വേഗത്തിൽ പൊട്ടിക്കുവാൻ സാധ്യമല്ല. മുപ്പിരിച്ചരട് 3 പിരിയുണ്ട്. 3 പിരിയുള്ളൊരു കയറെ ചിന്തിക്കുക, ഭാര്യ, ഭർത്താവ്, കർത്താവ്. ഇത് 3ഉം കൂട്ടിപ്പിരിച്ചതാണ് ഒരു വിവാഹബന്ധം. അതുകൊണ്ട് അതിനെ ഒരിക്കലും ആരും പിരിക്കരുത്. അത് കർത്താവിനെ വരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പിരിക്കരുത്. ഓൾ റൈറ്റ്. ആദ്യം മുതൽ അങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പിരിച്വൽ കണ്ടീഷൻസ് ഫോർ ഡിവോഴ്സ്. എഴുതുക. സ്ക്രിപ്ചറൽ കണ്ടീഷൻസ് ഫോർ ഡിവോഴ്സ്. വിവാഹമോചനത്തിനുള്ള തിരുവെഴുത്തിലെ വ്യവസ്ഥകൾ, വചന വ്യവസ്ഥകൾ. വിവാഹമോചനത്തിനുള്ള ബൈബിളിലെ വ്യവസ്ഥകൾ പറയാൻ പോവുകയാണ്. ഒന്ന് നമ്മളിപ്പോൾ കണ്ടു. നമ്പർ 1, മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ്. വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത, അത് കുറിച്ച് വെക്കണം. മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ്, വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത. അതാണ് മത്തായി 19:9. കൂടാതെ മത്തായി 5:31-32 വചനങ്ങൾ. ഇതെല്ലാം കുറിച്ച് വയ്ക്കുക. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച് കാണും, ദിസ് ഈസ് ഓൾസോ ഓപ്ഷണൽ. ഒരു ഭാര്യയോ ഭർത്താവോ ഒരു പരപുരുഷ ബന്ധത്തിലോ പരസ്ത്രീ ബന്ധത്തിലോ പെട്ടെന്നിരിക്കട്ടെ, മറ്റേയാൾ ക്ഷമിക്കാൻ തയ്യാറാണ്. എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വാവൊളിച്ചിരുന്ന് പോയിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ. ഒരു ഭർത്താവ്, കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും വന്നു. ഭർത്താവ് പോയി വർഷങ്ങളായ ഒരു സ്ത്രീയോടൊപ്പം പല രീതിയിൽ ബന്ധപ്പെട്ട് ജീവിച്ചു. പക്ഷെ സ്ത്രീ വന്ന് എന്നോട് പറയുകയാണ്, ബ്രദറെ, ഇതുവരെ മനുഷ്യൻ ചെയ്തതല്ല ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി പോകരുത്, ഞാൻ സ്വീകരിച്ചോളാം. സാറിന് എത്ര സ്ത്രീകളത് പറയും? തിരിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവ് ഇരിക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്തു, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് എന്നോട് പറയുകയാണ്, കുഴപ്പമില്ല ബ്രദറെ, ഞാൻ സ്വീകരിക്കാം, ഞാൻ വിവാഹം കഴിച്ചത്. അങ്ങനെ പറയുന്ന ഹൃദയമാണ് വലിയൊരു ഹൃദയം. എത്ര പേർക്ക് അത് സാധിക്കും? പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് വേണമെങ്കിൽ മാത്രം എപ്പോഴും പിരിഞ്ഞാൽ മതി. പിരിയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പരസംഗ നിമിത്തം അല്ലാതെ പിരിഞ്ഞാൽ എന്ന് മാത്രമേ ഉള്ളൂ. 2, ഈ മത്തായി 19 നമ്മൾ 1 കണ്ടു. ഈ രണ്ടാമത് ഒരെണ്ണം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അത് പറയാം. 1 കൊരിന്ത്യർ 7:15-16 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 7:15-16. അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. മതി, പിന്നീട് ബാക്കി വായിച്ചാൽ മതി. അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ. രണ്ടാമത്തെ ഒരു കാരണം എന്താണ്? ഇതിൻ്റെ അർത്ഥം സ്പൗസ് ബിക്കംസ് എ ത്രെറ്റ് ടു യുവർ ഇറ്റേണൽ ലൈഫ്. അവിടെ വായിച്ചാൽ അറിയാം. ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരാൾ വിശ്വാസത്തിലാണ്, മറ്റേയാൾ വിശ്വാസത്തിലല്ല. സ്ത്രീയാണ് വിശ്വാസത്തിലെന്നിരിക്കട്ടെ, ഭർത്താവ് അവിശ്വാസിയാണ്. ഭർത്താവ് വന്നിട്ട് പറയുന്നു, നീ യേശുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പം തീരുമാനിക്കും, ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ഞാൻ. ഓക്കെ, നീ യേശുവിനെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നീ ഇനി എൻ്റെ ഭാര്യയല്ല. അപ്പം ആ സ്ത്രീ ഭാര്യയായി തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ഇനി എൻ്റെ രക്ഷകനല്ല,
യേശുവിൽ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല, യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവില്ല എന്ന് വാഗൊണ്ട് പറഞ്ഞ് ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ തുടർന്ന് ജീവിക്കാൻ സാധിക്കൂ. അവിടെ ആ സ്ത്രീക്കൊരു തീരുമാനം എടുക്കാം. ഭർത്താവ് ഭാര്യയ്ക്ക് നിത്യജീവനൊരു ഭീഷണിയായി മാറും. വിവാഹബന്ധം എവിടെ വരെയുള്ളൂ? മരണം വരെയുള്ളൂ. മരണശേഷമുള്ളതാണ് നിത്യജീവൻ. നിത്യജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. ആര് നിമിത്തം? ജീവിത പങ്കാളി നിമിത്തം. അവിടെ പൗലോസ് പറയുകയാണ്, അവിശ്വാസി ആ കാര്യത്തിൽ വേർപിരിയുന്നെങ്കിൽ വേർപിരിയട്ടെ, അവിടെ പാപമില്ല. 2 കാരണങ്ങളാണ് ഇതുവരെ എനിക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒന്ന്, വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത, മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ്. 2, എന്താണ് ഈ പറഞ്ഞത്? വിശ്വാസ നിമിത്തം വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിട്ട് ഈ ചിലർ പറയും, നീ നിൻ്റെ വിശ്വാസം എന്നെ നിർബന്ധിക്കരുത്. കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. നീ പോകണമെങ്കിൽ പൊക്കോ, പക്ഷെ എന്നെ വിളിക്കരുത്. നീ പൊക്കോ. നീ സ്നാനപ്പെട്ട ശരി, ഇനി സ്നാനപ്പെടരുത്. സ്തോത്രം. സ്നാനം ഒന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളുണ്ടാകും. പെർമിഷൻ ഉണ്ട്, നോ പ്രോബ്ലം. ഇവിടെയും പറയുന്നുണ്ട്, പിരിയണം എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും പിരിയാതെ ജീവിക്കണം. ഇതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഒരു മറുവശം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഇതൊന്നും കൂടാതെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, നിഷ്കളങ്കയായ ഒരു പെങ്കൊച്ച്, ഒരു ചതിയൻ വന്ന് ചതിച്ചു. മഹാചതിയൻ ഒരു പെങ്കൊച്ചിനെ ചതിച്ചെന്നിരിക്കട്ടെ, എന്തു ചെയ്യും? അതാണ് ഒരു ചോദ്യം. 2, ദൈവഹിതമല്ലാത്ത ചില വിവാഹങ്ങളുണ്ട്, നമുക്കറിയാം. ഉദാഹരണത്തിന്, ഭാര്യയും മക്കളുമുള്ളൊരു സ്ത്രീയെ ഒരാൾ ചെന്നിട്ട് കല്യാണം കഴിക്കും. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പുള്ളി പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഇതിനിടയിൽ ബന്ധം കൂടി ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ചു. ശരിയായ ബന്ധമാണോ അത്? നോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. 1 കൊരിന്ത്യർ 5 ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, ഒരു മനുഷ്യൻ 2ാം അമ്മയുമായിട്ട് ജീവിച്ച കാര്യം. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ പലതുമുണ്ട്. അത് പിരിയാമോ എന്നല്ല, പിരിഞ്ഞിരിക്കണം എന്നാണ് അതിൻ്റെ ഉത്തരം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വിവാഹത്തിന് ഒട്ടും തന്നെ പ്രാപ്തിയില്ലാത്ത ഒരാളെ ഒളിച്ചു വച്ച് വിവാഹം കഴിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മാനസിക രോഗിയാണ് ആൾ, ചെറുപ്പം മുതൽ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് മിണ്ടാതെ ഒരു പെൺകൊച്ചിനെ ചതിച്ചു, അല്ലെങ്കിൽ ഒരു ആൺകൊച്ചിനെ ചതിച്ചു. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ കോമൺ സെൻസിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതിന് ഡയറക്ട് പ്രിൻസ് നൽകുന്ന ഉത്തരം ഇതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വിവാഹം നടന്നു, ഇതുപോലെ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ചോദ്യം ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഓക്കെ, കള്ളം കയറി നിങ്ങളുടെ വില പിടിച്ച കുറേയധികം സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് കള്ളൻ പിടിക്കപ്പെട്ടു. പോലീസ് നേരെ കള്ളനുമായി വീട്ടിലേക്ക് വരുന്നു. നിങ്ങളെയും അറസ്റ്റ് ചെയ്യുന്നു, 2 പേരെയും റിമാൻഡിലെടുക്കുന്നു, 2 പേരെയും കൊണ്ട് ജയിലിലിടുന്നു. എന്ത് സംഭവിക്കും? അതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നോ. ഒരു പാർട്ടിയെ തെറ്റ് ചെയ്തിട്ടുള്ളൂ. ശരിയാണോ? കള്ളനെ മാത്രം പിടിച്ചാൽ മതി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറ്റേ വ്യക്തി സ്വതന്ത്രമാണ്. അത് നമുക്ക് കോമൺ സെൻസിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചതിക്കുന്ന കാര്യങ്ങൾ, ചതിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒളിച്ചു വെച്ച് പലതും ചെയ്യുക, അങ്ങനെയുള്ള കേസുകളിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ദൈവം തീർച്ചയായും ആ പെങ്കൊച്ചിനെ രക്ഷിക്കും, അല്ലെങ്കിൽ ആ ആൺകൊച്ചിനെ രക്ഷിക്കും. പക്ഷേ ബൈബിളിൽ സ്ഥായിയായി നൽകപ്പെട്ട 2 കാരണങ്ങൾ, ഒന്ന് വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി വിവാഹബന്ധത്തിന് വെളിയിലുള്ള ബന്ധങ്ങൾ. 2ാമത്തേത് എന്താണ്? നിത്യരക്ഷ നഷ്ടപ്പെടുന്ന രീതിയിൽ ഭാര്യയോ ഭർത്താവോ മറ്റേയാൾക്ക് ഭീഷണിയായി മാറുന്ന സാഹചര്യങ്ങൾ. ഒരു നിമിഷം എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ വചനത്തിൽ നിന്നുള്ള ആധികാരികമായ മറുപടിക്കായി നന്ദി പറയും. താങ്ക് യു ജീസസ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നത്തിൽ, വിവാഹ ജീവിതത്തിൽ കുരുങ്ങിയിരിപ്പുണ്ട്, അതിന് ഉത്തരമില്ല എങ്കിൽ ഇന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ വ്യക്തതയോടെയുള്ള ഉത്തരം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമതായി, കർത്താവെ, ഈ സമയത്ത് പിരിയുവാൻ, ശരിയായ വിവാഹബന്ധങ്ങൾ പക്ഷേ ചില പ്രശ്നങ്ങൾ കൊണ്ട് പിരിയുവാൻ വേണ്ടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മരണം വരെയും ഒരുമിച്ച് ജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്.